ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് എൻ്റെ വീടിൻ്റെ മുറ്റത്തുള്ള ഒരു മാവിൻ്റെ ചുവട്ടിലാണ് നിൽക്കുന്നത്. ഈ മാവിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഈ മാവ് വാങ്ങിയിട്ട് ഏകദേശം 10 വർഷം കഴിഞ്ഞു ഏകദേശം ഈ മാവ് ഇവിടെ വെച്ചിട്ട്. പക്ഷേ ഇന്ന് വരെ അതിൽ നിന്നൊരു മാങ്ങ പറിക്കാൻ പറ്റിയില്ലായിരുന്നു. ഈ കഴിഞ്ഞ കാലം ഇതാണ് മാവ്. അതിൽ കുറച്ച് മാങ്ങയൊക്കെ ഉണ്ടായി ഇപ്രാവശ്യം. അതല്ല, ഞങ്ങൾ കുറേ പറിച്ചു മാങ്ങ. അല്ല, അതിന് നടുഭാഗത്തൊരു കേട് വന്നുകൊണ്ട് ഞാൻ ഏണി വെച്ചിട്ട് കയറി പറിക്കുന്നതാണ്. നല്ല മധുരമുള്ള മാങ്ങയാണ്. എന്തായാലും ഇപ്രാവശ്യം ആദ്യമായിട്ട് കാഴ്ചയാണ്. അതിൻ്റെ ചൂട്ടിച്ചാടിയ മാങ്ങ ഞാൻ ഇവിടെ പറിച്ചു വെച്ചാണ്. നല്ല മധുരമുള്ള മാങ്ങയാണ്. അത് എന്ത് ഇലാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്ക് അവിടുന്ന് ഒരാൾ വിത്ത് കിട്ടിയതാണ്. പിന്നെ വാവൽ വന്നിട്ട് ഭയങ്കര ശല്യമാണ്. വാവൽ വന്നിട്ട് എല്ലാം കടിച്ചിടുകയാണ്. അതാണ് ഞാൻ അവരെ പേടിപ്പിക്കാൻ വേണ്ടി വലയൊക്കെ അവിടെ ഇവിടെയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കായ്ക്കാൻ ഞാൻ ചെറിയതായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു വളം കൊണ്ടു തന്നു. അഗ്രോ ബൂസ്റ്റർ എന്ന് പറയുന്നൊരു വളം. ഇത് പൊട്ടിക്കാത്തതാണ്. ഇത് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം മേടിച്ചാണ് ഈ വളം. ഇതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചത്. ഇതിങ്ങനെ ഒരു മണി പോലെയുള്ളൊരു കറുത്ത ഒരു വളമാണ്. ഒരു ഓർഗാനിക്കാണ്. അപ്പോൾ ഇത് 1000 ലിറ്ററിലേക്കാണ്. ഇത് 1 കിലോ വളമാണ്. 1000 ലിറ്ററിലേക്കാണ് ഇത് ഉള്ളത്. നമുക്ക് 1 ഏക്കറിലേക്കുള്ള തെങ്ങിനും കവുങ്ങിനും എല്ലാ ചെടികൾക്കും ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഞാൻ കലക്കി ഞാനൊരു 4-5 മാസം മുന്നേ 6 മാസം മുന്നേ കലക്കി ഒഴിച്ചിരുന്നു. അതിനുശേഷമാണ് പിന്നെ മാവ് പൂത്തതും മാങ്ങ ഉണ്ടായതും. അപ്പോൾ എല്ലാ ചെടികൾക്കും ഉപയോഗിക്കാം. അത് തൊട്ടടുത്തതിനൊരു ജാതിയുണ്ട്. ജാതിക്ക് ഉപയോഗിക്കാം, തെങ്ങിന് കമുകിന് എല്ലാത്തിനും ഞാൻ ഉപയോഗിച്ചു. നല്ല റിസൾട്ടാണ് ഈ വളം കൊണ്ടുണ്ടായിട്ടുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പർ ഞാൻ കൊടുക്കാം. എൻ്റെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നതാണ്. ആവശ്യമുള്ളവർ ആ നമ്പറിൽ വിളിച്ചാൽ വളം നമ്മളെ പുതുപ്പാടി ഭാഗത്തൊക്കെ ആണെങ്കിൽ അവർ വേഗം എത്തിച്ചു തരും. അല്ലാത്ത സ്ഥലത്തേക്ക് അവർ ചിലപ്പോൾ പോസ്റ്റലായിട്ട് അയക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നല്ലൊരു ഗുണമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. വേറെ 2-3 ആൾക്കാരും പറഞ്ഞു നല്ല ഗുണമുള്ള സാധനമാണ്. അവരുടെ ഒരു കമുകിന് മഞ്ഞപ്പ് വന്നിട്ട് അത് മാറിയെന്ന് പറഞ്ഞു. വലിയ കമുകിന് മഞ്ഞപ്പ് വന്നിട്ട് ഇത് 3-4 പ്രാവശ്യം അടിച്ചൊഴിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മഞ്ഞപ്പ് മാറിയെന്ന് പറഞ്ഞു. ഞാൻ ആ പറഞ്ഞ സ്ഥലം പോയി നേരിട്ട് കണ്ട് ഞാൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു വളമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവരുടെ കുറേ ഉൽപ്പന്നങ്ങളുണ്ട്. ഞാൻ അധികം പരീക്ഷിച്ചിട്ടില്ല. ഈ ഒരു വളം മാത്രമാണ് ഞാനിപ്പോൾ മേടിച്ചത്. ഇനിയിപ്പോൾ അടുത്ത വേറെ 1-2 വളങ്ങൾ ഞാൻ മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇഞ്ചി നടാനുണ്ട്. ഇഞ്ചി നടാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ഈ വളം ഉപയോഗിക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഒരു പാക്കറ്റ് വാങ്ങി വെച്ചിരിക്കുന്നത്. പുതിയ വളം ഇതാ കണ്ടില്ലേ, അഗ്രോ ബൂസ്റ്റർ. ഒരുപാട് ഏലത്തിനൊക്കെ ഉപയോഗിക്കാം. ഏലത്തിൻ്റെ തട്ട വളരാൻ എല്ലാത്തിനും ഉപയോഗിക്കാം. തെങ്ങൊക്കെ ഇതിനൊക്കെ ഒഴിച്ചു വിടുന്നാൽ പെട്ടെന്ന് ഭൂമിയിലുള്ള ജീവാണുക്കളെയെല്ലാം പെട്ടെന്ന് വളർത്തിക്കൊണ്ടുവരാനും ഒക്കെ നമ്മൾ ഈ രാസവളം ഇടുന്നതിനെ കഴിഞ്ഞൊക്കെ മെച്ചമാണ്. അതിൻ്റെ പൈസ പോലും നമുക്കാവുന്നില്ല. അതൊരു 1 ഏക്കറിലേക്ക് തികയും. തെങ്ങിനും കവുങ്ങിനൊക്കെ ആണെങ്കിൽ ഒരു 5 ലിറ്റർ വെച്ച് കലക്കി ഒഴിച്ചാൽ മതി. 1000 ലിറ്ററിലേക്ക് 1 കിലോ ഈ അഗ്രോ ബൂസ്റ്റർ കലക്കി നല്ലോണം കലക്കിയിട്ട് വേണം ഒഴിക്കാൻ. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്കെല്ലാവരും അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ അറിവ് പകർന്നു തന്നത്. ഓക്കെ, എല്ലാവർക്കും എൻ്റെ
നമസ്കാരം. എൻ്റെ ചാനൽ കണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. താങ്ക് യു ഓൾ.